ഹൃദയാഘാതത്തെ തുടർന്ന് ചികിത്സയിൽ കഴിയുന്ന മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദന്റെ ആരോഗ്യനില മാറ്റമില്ലാതെ തുടരുന്നു. മരുന്നുകളോട് പ്രതികരിക്കുന്നുണ്ടെന്ന് മകൻ വി എ അരുൺകുമാർ അറിയിച്ചു. കഴിഞ്ഞ ദിവസം നടത്തിയ EEG പരിശോധനയ്ക്ക് പിന്നാലെ തലച്ചോറിന്റെ പ്രവർത്തനം മെച്ചപ്പെട്ടിട്ടുണ്ടെന്നാണ് ഡോക്ടേഴ്സിന്റെ വിലയിരുത്തൽ. വിവരങ്ങളുമായി ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് MG പ്രതീഷാണ് ചേരുന്നത്. പ്രതീഷ്, ഇന്നലെ മെഡിക്കൽ ബുള്ളറ്റിൻ ഉണ്ടായിരുന്നില്ല. ഇന്ന് രാവിലെ മെഡിക്കൽ ബോർഡ് യോഗം ചേരുന്നുണ്ടല്ലോ. എന്തൊക്കെയാണ് വിവരങ്ങൾ പ്രതീഷ്? ഉന്മേഷ, VS-നെ തിരുവനന്തപുരം SUT ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ട് ഒരാഴ്ചയാവുകയാണ്. കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് ഹൃദയാഘാതത്തെ തുടർന്ന് VS അച്യുതാനന്ദനെ SUT ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. നിലവിൽ ആരോഗ്യനില മാറ്റമില്ലാതെ തുടരുന്നുവെന്നതാണ് ആശുപത്രിയിൽ നിന്ന് ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരം. ഇന്നലെ മെഡിക്കൽ ബുള്ളറ്റിൻ പുറത്തു വന്നിരുന്നില്ല. ഈ മകൻ അരുൺകുമാർ ഉൾപ്പെടെ അറിയിക്കുന്ന കാര്യം മരുന്നുകളോട് VS പ്രതികരിക്കുന്നുണ്ട് എന്നതാണ്. തലച്ചോറിന്റെ ക്ഷമത മനസ്സിലാക്കാൻ EEG പരിശോധന കഴിഞ്ഞ ദിവസം നടത്തിയിരുന്നു. EEG പരിശോധനയിൽ തലച്ചോറിന്റെ പ്രവർത്തനം മെച്ചപ്പെട്ടു എന്നതാണ് ഡോക്ടർ അറിയിക്കുന്ന കാര്യം. കാർഡിയോളജിയുടെയും ന്യൂറോളജിയുടെയും വിദഗ്ധ ഡോക്ടറുടെ നേതൃത്വത്തിലാണ് VS-ന്റെ ചികിത്സ ആശുപത്രിയിൽ പുരോഗമിക്കുന്നത്. ഇന്ന് മെഡിക്കൽ ബോർഡ് യോഗം ചേരുന്നുണ്ട്. മെഡിക്കൽ ബോർഡ് യോഗം ചേർന്ന വിശദമായ പരിശോധന VS-നെ നടത്തും. അതിനുശേഷം ഇന്ന് മെഡിക്കൽ ബുള്ളറ്റിൻ പുറത്തുവരുമെന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. തിരുവനന്തപുരത്ത് നിന്ന് MG പ്രതീഷാണ് മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദന്റെ ആരോഗ്യ നിലയുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ നൽകിയത്.